സാർ, വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉണ്ടാക്കി പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി ഒന്നും നോക്കാതെ എല്ലാ വർഷം കൊടുക്കലല്ല ഈ ഗവൺമെന്റിന്റെ ജോലി. കൃത്യമായ പരിപാടികളും പദ്ധതികളും ഇട്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തമാക്കണം, ലാഭകരമാക്കണം. അതാണ് ഇതുവരെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയ്യാത്ത സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. വലിയ സ്വകാര്യ സംരംഭങ്ങൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യും, ലാഭം ഉണ്ടാക്കും, സർക്കാരിന്റെ ബാധ്യത കുറയ്ക്കും. അല്ലാതെ അത് സപ്ലൈകോ അടച്ചുപൂട്ടുമല്ല, KSRT അടച്ചുപൂട്ടുമല്ല. KSEB ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു, ഇപ്പൊ എത്ര ആയിരം കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി മേടിക്കാൻ 25 വർഷത്തേക്ക് കരാറുണ്ടാക്കി ഇറങ്ങിപ്പോയതാ ഉമ്മൻചാണ്ടി സർക്കാർ. 7 വർഷം നിങ്ങൾ വാങ്ങിച്ചു, 1 വർഷം ഞങ്ങൾ വാങ്ങിച്ചു. ഒരു സുപ്രഭാതത്തിൽ ആ കരാർ റദ്ദായി. അഴിമതിയാണ്. 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റിന് മേടിച്ചിരുന്ന വൈദ്യുതി ഇപ്പൊ മേടിക്കുന്നത് എത്രയ്ക്കാ? കരാർ റദ്ദാക്കിയിട്ട് 8 രൂപയ്ക്കും 14 രൂപയ്ക്കും. കോടികളാണ് ഒരു ദിവസം KSEBയുടെ നഷ്ടം. നയമാണത്രേ, പൊതുമേഖലയെ സംരക്ഷിക്കുന്ന നയം. കോടികൾ, 10,000-കണക്കിന് കോടി രൂപയുടെ നഷ്ടം. പാവപ്പെട്ട ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം കൊടുക്കുക, 4-5 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി പാവപ്പെട്ടവന്റെ തലയിൽ വെക്കുക. അതല്ല സാർ ഈ സർക്കാരിന്റെ നയം. ആ വൈദ്യുതി ബോർഡിനെ ഞങ്ങൾ ലാഭത്തിലാക്കും. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ വൈദ്യുതി ബോർഡിനെ ഞങ്ങൾ ലാഭത്തിലാക്കും. ജനങ്ങളുടെ ഞങ്ങളന്ന് 22 പൈസ കുറച്ചു കൊടുത്തു ഒരു യൂണിറ്റിന്. ആര്യാട സാർ മന്ത്രിയായിരിക്കുമ്പോ, മനസ്സിലായില്ലേ? അതിനെ ഞങ്ങൾ നവീകരിക്കാൻ പൂട്ടുകയല്ല, അതിനെ എഫിഷ്യന്റ് ആക്കും. അതാണ് ഞങ്ങളുടെ സമീപനം. ഒരു സ്വകാര്യ സ്ഥാപനവും പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള വലിയൊരു ആരോപണം എന്താ? ദിദാ കരിമണൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. സാർ, ഈ ബജറ്റിൽ എവിടെയാണ് സാർ കരിമണൽ സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? സാർ, സദേൺ എക്കണോമിക് കോറിഡോറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായൊരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്തെത്തിക്കുമെന്ന്. എവിടെയെങ്കിലും ഞങ്ങള് പ്രൈവറ്റൈസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്തതാണ് കഥകൾ. ഇല്ലാ കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കുക കരിമണൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞ വാചകം ഇവിടെ കോട്ട് ചെയ്തു ഇല്ലേ? ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി കരിമണലിനെ കുറിച്ചുള്ള പോളിസിയെ കുറിച്ച് പറഞ്ഞ വാചകം 2024 പറഞ്ഞത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, വാക്കുമാറില്ല, യു ടേൺ ഇല്ല. ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു.